എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമരം പന്തല് കണ്ടു കഴിഞ്ഞപ്പോ ഇതൊരു സമരം ഇവിടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു ചോദ്യം വന്നു. ഈ ചോദ്യം വേറൊന്നുമില്ല. കേരളത്തിന്റെ നിയമം അനുസരിച്ച് എന്താണ് വഖഫ് ബോർഡിന് കിട്ടിയത്? എന്റെ കയ്യിൽ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രവേശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിനെ ഗവൺമെന്റ് എങ്ങനെ സഹായിക്കും, എങ്ങനെ സപ്പോർട്ട് ചെയ്യും? പ്രധാനമായിട്ട് പറഞ്ഞാൽ 16ാം സെഞ്ചുറി 1662 വരെ ഈ സ്ഥലം വില്ലാർവെട്ടത്ത് രാജാവ് വഴി 1652 വില്ലാർവെട്ടത്ത് രാജാവ് കൊച്ചി ഭരിച്ച വില്ലാർവെട്ടത്ത് രാജ്യപ്പെട്ട 2 രാജാക്കന്മാരുടെ കയ്യിലാണ് പോയത്. കൊച്ചി ഭരിച്ചിരുന്ന രാമവർമ്മ 62-ൽ യുദ്ധത്തിന് മരിച്ചു. 62-ൽ വീണ്ടും ഗോദവർമ്മ രാജാവായി. 63-ൽ ഈ വില്ലാർവെട്ടത്ത് കൊച്ചി ഭരിച്ച കൊച്ചിയുടെ സഹോദരൻ ഗോദവർമ്മ മരിച്ചു. ഡച്ചിനെതിരെയുള്ള യുദ്ധത്തിൽ പോർച്ചുഗീസ് നമുക്ക് സപ്പോർട്ട് തന്നു. ഈ വില്ലാർവെട്ടത്ത് രാജാവ് തോമരാജാവാണ് ക്രിസ്ത്യാനിയായി 58-ൽ ക്രിസ്ത്യാനിയായി 17 ബീച്ചുകൊണ്ട് ഉദയപൂർ സോമോസ് പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടു. കോളേജിലേക്ക് ഇത് എഴുതിക്കൊടുത്തു അവകാശപ്പെടുന്നു. അപ്പൊ ഫറൂഖ് കോളേജിന് കിട്ടാൻ എന്ത് അധികാരം? പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ അധികാരമില്ല? കേരളത്തിലെ സമുന്നത നീതിന്യായ കോടതിയായ കേരള ഹൈക്കോടതി ഒരു വിധി ബെഞ്ചാണ് ഒരു വിധി പ്രഖ്യാപിച്ചത്. ഇത് ഫറൂഖ് കോളേജിന്റെ ആണ്. ഈ ഫറൂഖ് കോളേജിന്റെ ബെഞ്ച് എന്ന് പറഞ്ഞത് 1975-ആണ് ആ ബെഞ്ച് പറഞ്ഞത്. അവർക്ക് വിവരമുള്ള ബെഞ്ചാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ 2007-ല് ഒരു നിസാർ അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അധികാരമില്ല, ഇതൊരു വഖഫ് ബോർഡിന്റെയാണ്. അപ്പൊ കോടതി അലക്ഷ്യമല്ലേ നിസാർ നടത്തിയത്? ആ നിസാർ നടത്തിയ കോടതി ലക്ഷ്യത്തിന് സപ്പോർട്ടായിട്ട് 2019-ൽ വഖഫ് ബോർഡിനെ എങ്ങനെ തീരുമാനിക്കാം? ഇത് വഖഫ് ബോർഡിന്റെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഇത് പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാര് പോലെ പോകുന്നുണ്ട്. ഒരു രീതിയിലും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു? MLA-മാർ എങ്ങനെ അംഗീകരിക്കുന്നു? നിയമസഭ കൂട്ടിയിട്ടും കോടതി കൂട്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടി വീണ്ടും ഒന്ന് നമുക്ക് ശബ്ദമുയർത്തുന്ന സമയം അതിക്രമിച്ചു. Thank you.